കുറച്ച് നാൾ കൂടിയിട്ട് ഇന്നാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3:30-4 മണിയായപ്പോഴത്തേനും ഉണർന്നു കേട്ടോ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കൂരി ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ വെളിച്ചമൊക്കെ അതിന് ശേഷമാണ് കേട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ മാത്രമല്ല, ഇന്ന് നമ്മുടെ ഉണ്ണിപ്പെണ്ണിന് വാക്സിൻ എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. MMR വാക്സിൻ എടുക്കേണ്ട ദിവസം കൂടിയായിരുന്നു. അപ്പോൾ കുറച്ചധികം തുണികൾ അലക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കുഞ്ഞമ്മോൻ ജനിച്ച സമയത്തൊക്കെ ഈ കല്ലിൽ അലക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കുഞ്ഞുങ്ങളുടെ തുണിയാണെങ്കിലും വലിയവരാണെങ്കിലും കല്ലിൽ തന്നെ അലക്കിയിടണമെന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഏറ്റവും മടി പിടിച്ചൊരു പണിയെന്ന് പറഞ്ഞാൽ ഈ അലക്ക് പണിയാണ് കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് അതൊക്കെ അലക്കി ഒതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ക്ഷീണം കാരണം പിന്നെ അതൊക്കെ അങ്ങ് മടിച്ച് അവിടെ വെക്കും കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് തന്നെ ആ പണികളൊക്കെ അങ്ങ് തീർത്ത് വെച്ചേട്ടോ. അങ്ങനെ അലക്കാനുള്ള തുണികളൊക്കെ നനച്ച് വെച്ചിട്ട് മുറ്റം അടിച്ചൊക്കെ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഇച്ചിരി മഴ തോർച്ചയുണ്ട്. പിന്നെ മഴ തോർച്ചയുള്ളതുകൊണ്ടാണ് പിന്നെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോകാമെന്ന് കരുതിയത് കേട്ടോ. ഞാൻ മുറ്റം അടിക്കലും വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര മഴയാണ്ട് മുറ്റം അടിക്കലൊന്നും നടക്കാറൊന്നുമില്ല കേട്ടോ. മുറ്റം നിറച്ചും വെള്ളമൊക്കെ ആയിരിക്കും. വെള്ളവും ചെളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ മുറ്റം അടിക്കലൊന്നും ഉണ്ടാവില്ല. മുമ്പൊന്നും ഞാൻ പിന്നെ ഇത്രയും തുണികൾ ഒന്നിച്ചലക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിക്കാനും വിരിച്ചിടാനുള്ള സൗകര്യക്കുറവുണ്ട് കേട്ടോ. ഇപ്പം മേളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ തുണി വിരിച്ചിടാനായിട്ട് നല്ല സൗകര്യമായി കേട്ടോ. ആ ഒരു ടെൻഷനില്ല. ഇപ്പോൾ എത്ര തുണികൾ വേണമെങ്കിലും ഇതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിടാം കേട്ടോ. പിന്നെ മഴ പെയ്താലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഡ്രസ്സ് വർക്ക് ചെയ്തതിൻ്റെ പ്ലാസ്റ്റിക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സമയവും സാഹചര്യമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് പെയിൻ്റടി പരിപാടികളൊക്കെ ഉണ്ട്. അതിനുള്ള പെയിൻ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിവുള്ള ദിവസം ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ കയറാമെന്നൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് നേരം വൈകിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ട് സമാധാനത്തിലൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ കേട്ടോ ഞങ്ങൾ. അപ്പോൾ എൻ്റെ ബോബു എപ്പോഴും പിന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ പോകണമെന്ന് വന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കാനും പണികളൊക്കെ തീർക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണെന്ന് കേട്ടോ. എന്നെപ്പോലെ ഉള്ള മിക്ക പെൺകുട്ടികളും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചുറുചുറുക്കും സന്തോഷമൊക്കെ ആയിരിക്കുമല്ലേ. പെട്ടെന്ന് പണികളൊക്കെ ഒതുക്കിയിട്ട് അങ്ങ് പോയിക്കോളാനുള്ളൊരു തന്ത്രപ്പാടിലായിരിക്കുമല്ലേ എല്ലാ പെൺകുട്ടികളും. ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ എന്ത് പറയുക, എപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും വീട് എപ്പോഴും അലങ്കോലമായി കിടക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരെ ഒരുക്കി ഇറക്കുന്ന ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ. അപ്പം വീട്ടിൽ സാധനങ്ങളെല്ലാം അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് അലക്ഷ്യമായിട്ട് കിടക്കട്ടെ. എത്രയൊക്കെ നോക്കിയാലും എനിക്ക് വീട് വൃത്തിയാക്കി ഇട്ടിട്ട് ഒരിടത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എങ്ങനെയൊക്കെ വന്നാലും കുഞ്ഞുങ്ങളുടെ സാധനം എല്ലാം ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കും. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ വീടെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ട് വേണം പുറത്ത് പോകാനെന്ന് കേട്ടോ. അപ്പോൾ അവരുണരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പണികളൊക്കെ ഒരുക്കി മേല് കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. പിന്നെ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡെല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ റെഡിയായിട്ട് പിന്നെ പിള്ളേരെ ഉണർത്തി റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരുങ്ങാനുള്ള നേരം കിട്ടില്ല കേട്ടോ. അവരെല്ലാം റെഡിയായിട്ട് പിന്നെ എന്നെ ഇട്ട് ധൃതി പിടിപ്പിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒന്നും ഒരുങ്ങാൻ പോലും പറ്റില്ല കേട്ടോ. അങ്ങനെ മുടി കെട്ടുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തലയിൽ താരൻ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ പൊറ്റ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഇപ്പം മുടിയും ഒന്നും ശ്രദ്ധിക്കാതെ ആയപ്പോഴത്തേനും താരം കൂടിയിട്ടോ. അപ്പം ഞാനതിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, അതിനെന്തോ ഒരു പോംവഴി എന്നുള്ളത്. ഞാൻ റെഡിയായി കഴിയുമ്പോഴത്തേനും കുഞ്ഞമ്മോനും ഉണ്ണിപ്പെണ്ണൊക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തത് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആശാട്ടി ഓടി വരികയാണ് കേട്ടോ. വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്ന കണ്ട ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ച് യാത്ര പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പം നമ്മളിത് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.